മക്കളെ, ഐഷ് അഥവാ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിൻ്റെ 2025 എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഓൾറെഡി ഐഷിൻ്റെ എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തതുകൊണ്ട് ആദ്യം ആ റിസൾട്ട് എങ്ങനെയാണ് എടുക്കുക, അതേപോലെ അതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്നത് മാത്രമാണ് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ സൈറ്റ് കാണിച്ചിട്ടുണ്ട്, ഐഷ് മൈസൂർ എന്നുള്ള സൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയി ഐഷ് മൈസൂർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് കാണാം. ഈ ഒരു പേജിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോളിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കാണാം, കൗൺസിലിംഗ് ഫോർ അഡ്മിഷൻ ടു BSLP ഓൺ 25th 26th ജൂൺ എന്നൊരു സ്ക്രോളിംഗ് ഇത് കാണാം. ഒന്നുകിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റൈറ്റ് സൈഡിലെ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അടുത്ത പേജിലേക്ക് വരും. ഇപ്പം നിങ്ങൾ ആ റൈറ്റ് സൈഡിലെ 3 ഡോട്ടാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. അതിൽ അഡ്മിഷൻ ആൻഡ് എക്സാമിനേഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ആ സ്ക്രോളിംഗ് ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരെ ആ പേജിലേക്കാണ് പോവുക, ഇതിലേക്ക് വരില്ല, നേരെ അതിലേക്കും പോകും. അങ്ങനെ വരുന്ന പേജിൽ നിങ്ങൾക്ക് ഇതാ അഡ്മിഷൻ ആൻഡ് എക്സാമിനേഷൻ പേജിൽ കൗൺസിലിംഗ് ഫോർ അഡ്മിഷൻ ടു BSLP ഓൺ 25th ആൻഡ് 26th ജൂൺ എന്നൊരു ലിങ്ക് ഉണ്ടാവും. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ലിസ്റ്റ് കാണാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ലിസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ എല്ലാ ലിസ്റ്റും കാണിച്ചിട്ടില്ല, കുറേ ലിസ്റ്റ് ഇങ്ങനെ താഴേക്കുണ്ടാവും. അപ്പോൾ അതിൽ ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് ബാധകമായ, ഇപ്പോൾ നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ പ്രൊവിഷണൽ ജനറൽ എന്ന് പറഞ്ഞതാ പ്രൊവിഷണൽ കോമൺ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ എല്ലാവരും വരും. ഇതിൽ ജനറൽ കാറ്റഗറിയും OBCയും SC കാറ്റഗറിയും ST കാറ്റഗറിയും ഒക്കെ വരും. അപ്പോൾ എല്ലാവരും ഇതിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ ഇതിലുണ്ടാവില്ല. നിങ്ങൾ അതിലില്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺ, ഇപ്പോൾ ഒരു SC കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർ ഈ SC മെറിറ്റ് ലിസ്റ്റും നോക്കണം, ഇതും നോക്കണം, ഇത് രണ്ടും നോക്കണം. അപ്പോൾ ഇതിലെവിടെയെങ്കിലും നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഒരു OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ OBCയുടെ ലിസ്റ്റ് നോക്കുക, മെറിറ്റ് ലിസ്റ്റ് നോക്കുക, കോമൺ മെറിറ്റ് ലിസ്റ്റ് നോക്കുക. ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ കോമൺ മെറിറ്റ് ലിസ്റ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളിൽ വരുന്ന വിഭാഗം എല്ലാവരും ജനറൽ കാറ്റഗറി വരും. പിന്നെ നിങ്ങൾ റിസർവേഷൻ വിഭാഗം ഏതാണോ അതിലെ കൂടി ലിസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ റോൾ നമ്പർ അതിലുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നിങ്ങൾ ഇതിൽ ഓരോ ലിസ്റ്റും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡീറ്റെയിൽ ലിസ്റ്റ് കാണാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് കാണാം. നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, ഏത് കാറ്റഗറിയാണ്, സബ് കാറ്റഗറി ഏതാണ്, ടോട്ടൽ മാർക്ക് എത്ര കിട്ടി എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ജനറൽ മെറിറ്റിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ ഒരു റാങ്ക് 10 വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ OBC ജനറൽ മെറിറ്റ് 1, 2, 3 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ സ്റ്റാറ്റസ്, അതായത് ഓരോ കുട്ടികളുടെയും കോമൺ മെറിറ്റ്, അതായത് ഇതൊരു കോമൺ മെറിറ്റ് ലിസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഫുൾ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇനി ആ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ബാക്കി പ്രൊസീജിയറിലേക്ക് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക, കൗൺസിലിംഗ് ഫോർ പ്രൊവിഷണൽ അഡ്മിഷൻ ടു BSLP പ്രോഗ്രാം വിൽ ബി ഹെൽഡ് അറ്റ് സെമിനാർ ഹാൾ, നോളജ് പാർക്ക് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ് ഡീറ്റെയിൽ വരും. അതായത് ഐഷിൻ്റെ സെമിനാർ ഹാളിൽ, നോളജ് പാർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഒരു ക്യാമ്പസിലെ സെമിനാർ ഹാളിലാണ് ഈ പ്രോഗ്രാം നടക്കുക. ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത നോക്കുക, ജൂൺ 25 9:30 ആർക്കൊക്കെ ജനറൽ കാറ്റഗറിയിൽ 1 തുടങ്ങി 500 റാങ്ക് ലിസ്റ്റിൽ വന്നവർക്കും OBCയിൽ 1 തുടങ്ങി 400 ലിസ്റ്റിൽ വന്നവർക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ നിങ്ങൾ കോമൺ മെറിറ്റ് ലിസ്റ്റിൽ 1നും 500നും ഇടയ്ക്ക് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് അന്ന് പോവാം. OBC മെറിറ്റ് ലിസ്റ്റിൽ 1നും 400നും ഇടയ്ക്ക് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് പോവാം. ഇപ്പം ഈ 2 കൂട്ടരും എന്നാണ് പോകേണ്ടത്? ജൂൺ 25 പോകണം. സീറ്റ് നോക്കുക, ഈ 1 തുടങ്ങി 500 വരെയുള്ളത് ലിസ്റ്റിൽ നിന്ന് 20 പേർക്കാണ് സീറ്റ് കിട്ടുക. 1 തുടങ്ങി 400 വരെ ഉള്ളതിൽ 22 പേർക്കാണ് സീറ്റ് കിട്ടുക. അപ്പം നമ്പർ ഓഫ് സീറ്റ് എത്രയാണെന്ന് പറഞ്ഞു, ഇത്രയും സീറ്റാണ് ഈ ലിസ്റ്റിൽ നിന്നാണ് എടുക്കുക. ഇനി ജൂൺ 26 രാവിലെ 9:30 ഫോറിൻ നാഷണൽസ്, SC കാറ്റഗറി, ST കാറ്റഗറി ഇവർക്കൊക്കെയാണ്. അതിലിപ്പോൾ SC കാറ്റഗറി ആണെങ്കിൽ ആ SC മെറിറ്റ് ലിസ്റ്റിലെ 1 തുടങ്ങി 150 വരെ ഉള്ള ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ, ST ആണെങ്കിൽ 1 തുടങ്ങി 56 വരെ ഉണ്ടെങ്കിൽ, അപ്പോൾ ഓരോരുത്തരെ നോക്കുക, ഫോറിൻ ലിസ്റ്റിൽ നിന്ന് 6 പേരെ എടുക്കും, SC മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് 12 പേരെ എടുക്കും, ST മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് 6 പേരെ എടുക്കും. ഇങ്ങനെ ഓരോ കാറ്റഗറിയിൽ നിന്നും എത്രയാണ് എടുക്കുക എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേരെയാണ് എടുക്കുക. ഇനി പ്രൊസീജിയർ നോക്കുക, ഈ നോളജ് പാർക്കിൽ സെമിനാർ ഹാളിൽ എത്തിയിരിക്കുന്ന കുട്ടികളിൽ നിന്നാണ് ഈ അലോട്ട്മെന്റ് നടക്കുക. മാക്സിമം ഒരു പേരന്റിനാണ് കുട്ടിയുടെ കൂടെ പോകാൻ പറ്റുക. ഒരുപാട് പേര് പോകണ്ട, കുട്ടിയുടെ കൂടെ ഒരാളെ മാത്രമാണ് ക്യാമ്പസിലേക്ക് പെർമിറ്റ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ 1 തുടങ്ങി 500 വരെ ഉള്ളവരെ ക്യാമ്പസിനുള്ളിലേക്ക് അല്ലെങ്കിൽ സെമിനാർ ഹാളിനുള്ളിലേക്ക് വിളിച്ചു എന്ന് വിചാരിക്കാം. ഇതിലിപ്പോൾ 20 സീറ്റാണ് അല്ലെങ്കിൽ 10 സീറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ആളെ വിളിക്കും. ഒന്നാമത്തെ ആൾ പ്രസന്റ് ആണെങ്കിൽ മാത്രമേ ആൾക്ക് സീറ്റ് കിട്ടൂ. ഒന്നാമത്തെ ആൾ വന്നിട്ടില്ല എങ്കിൽ രണ്ടാമത്തെ ആളെ വിളിക്കും, മൂന്നാമത്തെ ആളെ വിളിക്കും. അങ്ങനെ ഇപ്പോൾ സപ്പോസ് 50 സീറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക.
ഏകദേശം ഇപ്പോൾ 1 തുടങ്ങി 500 വരെ 50 പേരെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. റാങ്ക് ലിസ്റ്റിൽ 1 തുടങ്ങി അങ്ങോട്ട് വിളിക്കും. 50-ആമനാവുമ്പോൾ ആ സീറ്റ് അല്ലെങ്കിൽ ആ കാറ്റഗറി ഫില്ലായതായിട്ട് കരുതും. അപ്പോൾ 500-ാമത്തെ റാങ്ക് കിട്ടിയ കുട്ടി ഞാൻ പോകണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മുമ്പ് 450 പേരുള്ള സീറ്റ് അല്ലെങ്കിൽ സീറ്റാണെങ്കിൽ 450 പേര് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പോയി നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സേഫ് വഴി. അപ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, എത്ര പേര് വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പോകുന്നെങ്കിൽ ഒന്ന് പോയി നോക്കുക. കാരണം നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അത്രയും നന്നാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഈ കോഴ്സിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വഴി. അടുത്തത് ഇനി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിവിടെ സ്റ്റേ ചെയ്യാൻ പ്രിപ്പയർ ആയിട്ട് വേണം പോകാൻ. സപ്പോസ് അതൊരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ, സപ്പോസ് ആദ്യത്തെ ദിവസം പ്രോഗ്രാം കഴിഞ്ഞില്ല, പിറ്റേ ദിവസമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്താൽ അവിടെ സ്റ്റേ ആവുന്നത് പോലെ അവർ അതിനുള്ള ഫെസിലിറ്റി തരില്ല. നിങ്ങൾ അതിന് റെഡിയായി വേണം പോകാൻ. അതുപോലെ നിങ്ങൾക്ക് UPI അല്ലെങ്കിൽ QR കോഡ് ഉപയോഗിച്ച് ഫീ പേ ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടാവും. അപ്പോൾ ഫീ പേ ചെയ്യാനും റെഡി ആയിട്ട് വേണം. വൺസ് നിങ്ങൾ ഫീ പേ ചെയ്താൽ പിന്നെ റീഫണ്ട് ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഫീസിന്റെ ഡീറ്റെയിൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ഇതിൽ അഡ്മിഷൻ ഫീയെ കുറിച്ച് പറയുന്നു. അഡ്മിഷൻ ഫീ പറഞ്ഞിരിക്കുന്ന ജനറൽ കാറ്റഗറിക്ക് 24,701 രൂപയാണ് നിങ്ങൾ അന്ന് അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടത്. ഇത് മാത്രമല്ല, കുറച്ചുകൂടി അടയ്ക്കേണ്ടി വരും. ഇത് അഡ്മിഷൻ ഫീ മാത്രം. SC അല്ലെങ്കിൽ ST ഫിസിക്കൽ ഡിസബിലിറ്റി ഒറ്റയാണെങ്കിൽ 21,891 രൂപ അടയ്ക്കണം. ഇനി അത് സാർക്ക് കൺട്രീസിൽ ഇപ്പം നമ്മൾ ഫോറിൻ കാൻഡിഡേറ്റുകളൊക്കെ ആണെങ്കിൽ അവർ $1000 പെർ ഇയർ അടയ്ക്കണം. പിന്നെ അഡീഷണലി 5,450 രൂപ വേറെയും അടയ്ക്കണം. സെൽഫ് ഫിനാൻസിങ് സീറ്റാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് സീറ്റിൽ നമ്മുടെ നാട്ടിൽ നിന്നൊരു കുട്ടി പോവുകയാണെങ്കിൽ 82,951 രൂപയാണ് അടയ്ക്കേണ്ടത്. അത് ഓരോ വർഷവും ഇത്രയാണ് അടയ്ക്കേണ്ടത്. അങ്ങനെ 4 വർഷത്തേക്ക് അടയ്ക്കണം. അപ്പോൾ നിലവിൽ അതൊരു വർഷത്തേക്ക് അടച്ചാൽ മതിയാവും. അങ്ങനെ സ്പെസിഫൈ ചെയ്തവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ മേ ബി ഒരു വർഷത്തേക്ക് അടച്ചാൽ മതിയാവും. അപ്പോൾ ജനറൽ സീറ്റ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 20 സീറ്റ് ഉണ്ട്. ആ 20 സീറ്റിൽ 10 സീറ്റ് മെറിറ്റ് സീറ്റ് ആണെങ്കിൽ 10 സീറ്റുകാർക്ക് ഈ ഫീ ആണ് അടയ്ക്കേണ്ടത്. ബാക്കി 10 പേർക്ക് സെൽഫ് ഫിനാൻസിങ് സീറ്റ് ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുക. അപ്പോൾ അതവിടെ ചെന്ന് ഗവൺമെന്റ് മെറിറ്റ് സീറ്റ് ഫില്ല് ചെയ്തിട്ട് പിന്നീട് അവർ സെൽഫ് സീറ്റ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളവിടെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ സെൽഫ് ഫിനാൻസിങ് സീറ്റ് കിട്ടാനും സാധ്യതയുണ്ട് എന്നുള്ളത് അർത്ഥം. ഇനി പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഇത് ഹോസ്റ്റൽ ഫീ കൂടാതെയാണ്, ഇത് അഡ്മിഷൻ ഫീ മാത്രമാണ്. ഇനി ഇത് കൂടാതെ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് ഫീസ് കൂടി വരും. ജോയിൻ ചെയ്യുമ്പോൾ വരുന്ന ഫീ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ ഫീ. അത് കർണാടക ബോർഡ് പഠിച്ചവരാണെങ്കിൽ 7,115 രൂപയാണ്. എന്നാൽ CBSEയോ ICSEയോ മറ്റു ബോർഡുകളോ ഒക്കെ കർണാടകത്തിൽ തന്നെ പഠിച്ചവരാണെങ്കിൽ 14,040 രൂപയാണ്. ഇനി ഇപ്പോൾ ഔട്ട്സൈഡ് ദ കർണാടക മറ്റ് സ്റ്റേറ്റ് ബോർഡുകൾ, ഇപ്പോൾ കേരളത്തിന്റെ സിലബസ് പഠിച്ച അല്ലെങ്കിൽ കേരളത്തിൽ പഠിച്ചു പോയ കുട്ടികളൊക്കെ ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീ ആയിട്ട് 29,540 രൂപ അടയ്ക്കേണ്ടി വരും. ഇനി ഫോറിൻ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ 32,522 രൂപ. പിന്നെ അതേപോലെ തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് ചാർജ് ആയിട്ട് 7,625 രൂപ. ഇങ്ങനെ അഡീഷണൽ ചെറിയ ചെറിയ ഫീകൾ കൂടി അതിന് കൂടെ വരും. അപ്പം ഇതൊക്കെ ഒന്ന് കരുതിയേക്കുക. ഇതൊക്കെ അവിടെ നിങ്ങൾക്ക് UPI പേയ്മെന്റ് അല്ലെങ്കിൽ QR കോഡ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കുക. ഹൗ ടു ബ്രിങ് ദ ഫോളോവിംഗ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫെയിലിംഗ് വിച്ച് സീറ്റ് വിൽ ബി ഫോർഫീറ്റഡ്. ഇതിൽ ഏതെങ്കിലും ഡോക്യുമെന്റ് നിങ്ങൾ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് ക്യാൻസൽ ആവുകയും ചെയ്യും. അതിൽ ഒന്ന് ഒറിജിനൽ മാർക്സ് കാർഡ് ഓഫ് 10th സ്റ്റാൻഡേർഡ്, 10ാം ക്ലാസ്സിന്റെ മാർക്ക് കാർഡ് കൊണ്ടുപോവുക. അതേപോലെ +2ന്റെ മാർക്ക് ഷീറ്റ് കൊണ്ടുപോവുക. അതേപോലെ +2ന്റെ മാർക്ക് കാർഡ് നിങ്ങൾക്ക് അവൈലബിൾ അല്ല എങ്കിൽ, +2ന്റെ മാർക്ക് ലിസ്റ്റ് അവൈലബിൾ അല്ല, റിസൾട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാർക്ക് ലിസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തത് നിങ്ങളുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൾ അറ്റസ്റ്റ് ചെയ്ത ഓൺലൈനായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഡോക്യുമെന്റും കൊണ്ടുപോകാം. ഈ സെക്കൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് കൊണ്ടുപോകാം. അതേപോലെ റീസെന്റ് പാസ്പോർട്ട് ഫോട്ടോ ഒരു 5 എണ്ണം കൊണ്ടുപോകണം. ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി കൊണ്ടുപോകുക. അതിൽ നിങ്ങൾ ഒറിജിനൽ കൂടി കരുതുക, ഫോട്ടോ കോപ്പി അവിടെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ദെൻ ഒറിജിനൽ TC കൊണ്ടുപോകണം, ഒറിജിനൽ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഇനി ഒറിജിനൽ അഡ്മിറ്റ് കാർഡ് ഓഫ് ഐഷ് എൻട്രൻസ്, നിങ്ങൾ ഐഷ് എൻട്രൻസ് എക്സാം എഴുതാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന അഡ്മിറ്റ് കാർഡിന്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതേപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഒക്കെ. നിങ്ങൾ ഒരു OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ NCL ആയിരിക്കണം. EWS ഉണ്ടെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, SC അല്ലെങ്കിൽ ST ആണെങ്കിൽ താലൂക്കിൽ നിന്ന് കിട്ടിയ. ഇതൊക്കെ വില്ലേജിലേതല്ല, ഇതൊക്കെ നിങ്ങൾ എവിടുത്തേതാണ് കൊണ്ടുപോകേണ്ടത്? താലൂക്കിലേതാണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ എഡ്യൂക്കേഷണൽ പർപ്പസിൽ എടുത്തതുമായിരിക്കണം. വില്ലേജിലേത് കൊണ്ടുപോകരുത്, താലൂക്കിലേത് വേണം കൊണ്ടുപോകാൻ. അത് ഓർക്കുക. ഇതൊക്കെ വാലിഡ് ഡോക്യുമെന്റ് ആയിരിക്കണം, അതായത് വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. EWSന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. EWS 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ എടുത്തതായിരിക്കണം. അതായത് April 1, 2025 ശേഷം എടുത്തതായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരെണ്ണം പുതുതായിട്ട് അപ്ലൈ ചെയ്ത് വാങ്ങിയാലും നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റിന് ശേഷമുള്ളത് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡോക്യുമെന്റ് ആണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ UDID കാർഡ് അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതുപോലെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, ഇതിപ്പോൾ നിർബന്ധമില്ല. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പിന്നീട് അപ്ലൈ ചെയ്ത് വാങ്ങിയാലും മതി. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം. അതുപോലെ 2 സെറ്റ് ഓഫ് ഫോട്ടോ കോപ്പി ഓഫ് ഓൾ ദ അബോവ്, ഈ കൊണ്ടുപോകുന്ന എല്ലാ ഡോക്യുമെന്റുകളുടെയും 2 ഫോട്ടോ കോപ്പി. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കൊടുക്കാം. ദെൻ NRI കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒറിജിനൽ പാസ്പോർട്ട് കൊണ്ടുപോകണം.
അതേപോലെ ഈ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും സ്കാൻഡ് PDF, അതിൽ ഓരോ ഡോക്യുമെന്റിലും പേര് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടിയുടെ പേര് പ്രവീൺ എന്നാണെന്ന് വിചാരിക്കുക. അത് ആളുടെ 10th മാർക്ക് കാർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രവീൺ സ്പേസ് 10th മാർക്ക് കാർഡ്. ഇപ്പോൾ അതേപോലെ +2 ആണെങ്കിൽ പ്രവീൺ സ്പേസ് +2 മാർക്ക് കാർഡ്. അങ്ങനെ ഓരോന്നിനും പേര് കൊടുത്തുകൊണ്ട് സ്കാൻഡ് ഇമേജ് കൂടി നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവണം. നിങ്ങൾക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഡ്രൈവിൽ കോപ്പി ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഐഷ് പബ്ലിഷ് ചെയ്തിരുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം എന്തൊക്കെ കൊണ്ടുപോകണം, എത്രയാണ് ഫീസ് എന്ന് അവർ പറഞ്ഞിരിക്കുന്ന പ്രോസ്പെക്ടസിലെ ഡീറ്റെയിൽ ആണ് ഞാൻ പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാകുകയാണെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ബാക്കി കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഇപ്പം നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.